ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് നമ്മുടെ സ്വന്തം കേരള പോലീസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇത് പെരുമ്പാവൂർ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ആ ഒരു പരിസരത്തു നിന്ന് എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദൂരത്തു നിന്ന് എടുത്തേക്കുന്നത്. എൻ്റെ പൊന്ന് പോലീസ് മച്ചാന്മാരെ, നിങ്ങളൊന്ന് കുറച്ച് കാര്യമായിട്ടൊന്ന് ഇടപെടേണ്ട ഒരു സീനാണിത്. ഇതിപ്പോൾ പെരുമ്പാവൂരിൽ വേറെയും വീഡിയോകളുണ്ട്. ഇതുപോലെ SBIയുടെ മുമ്പ് വെച്ച ഒരാൾ ഇതുപോലെ ഇൻജെക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാനൊന്ന് കണ്ടിരുന്നു. സോ അതിന് പുറമെയാണത് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്തേക്കുന്നത്. നിങ്ങളിത് കാര്യമായിട്ട് ഇടപെടൽ നടത്തുന്നത് വളരെ പബ്ലിക്കായിട്ട് ആൾക്കാരൊക്കെ പോകുന്ന ഒരു വഴി നിന്നിട്ടാണ് ഇവന്മാരൊക്കെ ഇത് ചെയ്ത് കൂട്ടുന്നത്. സിഗരറ്റും ഹാൻഡ്സും കഞ്ചാവും ഒക്കെ കഴിഞ്ഞിട്ട് ഇവന്മാർ എന്തൊക്കെയാണ് കുത്തിക്കെട്ടുന്നതെന്നോ ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ അടിച്ചിട്ട് ഇവന്മാര് പകലും രാത്രിയൊക്കെയാണ് കറങ്ങി നടക്കും. ആവശ്യം നമ്മുടെ രാത്രി വരുന്ന നമ്മുടെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർ, കോളേജിനും ട്യൂഷനും അതും കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾ, ഇവരെല്ലാം നടക്കുന്ന വഴിയില്ല നമ്മുടെ പെരുമ്പാവൂർ. നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. ഒരു കാര്യം ഉണ്ടായിട്ട് പിന്നീട് അതിനുള്ളൊരു ആക്ഷൻ എടുക്കുക, പിന്നീട് റെയ്ഡുകൾ നടത്തുക, സെർച്ച് ചെയ്യുക, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് കുറച്ചുകൂടി ഒന്ന് ഇറങ്ങി ഒന്ന് വർക്ക് ചെയ്യൂ പ്ലീസ്. കാരണം നമ്മുടെ സൊസൈറ്റി മൊത്തമായിട്ട് അഫക്ട് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവന്മാർ ഉപയോഗിക്കുന്നു, നാളെ എത്തുന്നത് കുറച്ച് കോളേജ് സ്റ്റുഡൻസിലേക്കായിരിക്കും എത്തുക, അത് പിന്നീട് നമ്മുടെ കുട്ടികളിലേക്ക് എത്തും. ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, നിങ്ങൾ കുറച്ചും കൂടി കാര്യമായിട്ട് ഇടപെടണം, സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കണം. കാരണം ഇത്ര ഓപ്പൺ ആയിട്ടാണ് ഇത്, ഒളിച്ചും പാത്തൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. ബിവറേജ് കയറി രണ്ടര മേടിച്ചിട്ട് വീട്ടിൽ പോയി നടിക്കുന്നതൊന്നും അല്ല. ഇത്രയും പബ്ലിക്കായിട്ട് ഉപയോഗിച്ചിട്ട് വഴി കിടക്കുക. സോ നിങ്ങളിത് കാര്യമായിട്ട് ഇടപെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങനെയാണ്. കണ്ടല്ലോ, നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഗോഡ്സ് ഓൺ കൺട്രി, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു ടൈറ്റിലാണ് ഗോഡ്സ് ഓൺ കൺട്രി, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണിത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വസ്ഥമായി സമാധാനമായി ഇവിടെ ജീവിക്കാൻ പറ്റും? നമ്മുടെ കുട്ടികളെ എങ്ങനെ പുറത്തുവിടും? അവർക്ക് എങ്ങനെ ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും? നാളെ അവരും ഇവരുടെ കെണിയിൽ വീടില്ലെന്ന് എന്താണ് ഉറപ്പ്? MDMA പോലുള്ള ലഹരി വസ്തു ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളും ദോഷങ്ങളും വാതോരാതെ ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഈ കൂട്ടർ ചെവിക്കൊള്ളുന്നില്ലെന്നല്ലേ ഇതൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നിസ്സഹാരായി ഒന്നും ചെയ്യാനാക്കാതെ നിൽക്കേണ്ടി വരുന്നു, കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ പ്രചരിക്കുന്ന MDMA ഒരു സിന്തറ്റിക് ലഹരി വസ്തുവാണ്. എക്സ്റ്റസി അല്ലെങ്കിൽ മോളി എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഇത് മസ്തിഷ്കത്തെയും ശരീരത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ലഹരിയാണെന്ന് ഇനിയും ഇത് ഉപയോഗിക്കുന്ന യുവതലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഉപയോഗിച്ചാൽ മാനസിക പ്രശ്നങ്ങൾ, ഭ്രമം, കൺഫ്യൂഷൻ, ആതങ്കം, പാനിക് അറ്റാക്ക്, വിഷാദം തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ ഓർമ്മശക്തി കുറയും, ഉറക്കമില്ലായ്മ, ആക്രമണ സ്വഭാവം, നിയന്ത്രണം നഷ്ടപ്പെടലും ഒക്കെ ഉണ്ടാകും. അതുപോലെ ഹൃദയമിടിപ്പ് അമിതമായി വർദ്ധിക്കുക, രക്തസമ്മർദ്ദം ഉയരുക, ശരീര താപനില അപകടകരമായി ഉയരുക, സോഡിയം കുറയുക, കരൾ, വൃക്ക തകരാർ, പേശിവേദന, താടിപിടിപ്പ്, ഫിറ്റ്സ് ഇതൊക്കെ ഉണ്ടാകാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ മസ്തിഷ്ക നാഡീകോശങ്ങൾക്ക് സ്ഥിരമായ കേടുപാട്, വന്ധ്യത, ലൈംഗിക പ്രശ്നങ്ങൾ, മാനസിക രോഗങ്ങൾ, ലഹരിക്ക് അടിമപ്പെടൽ, മാത്രമല്ല മരണം വരെ സംഭവിക്കാം. ഇത് മദ്യത്തോടൊപ്പം ഉപയോഗിക്കുമ്പോഴാണ് ഏറെ അപകടം. MDMA നിയമവിരുദ്ധ ലഹരി വസ്തുവാണ്. ഒരു തവണ മാത്രം എന്ന ചിന്ത പോലും ജീവന് അപകടമാണ്. MDMA മാത്രമല്ല, തമ്പാക്കും ഹാൻസും എല്ലാം അപകടകാരികളാണ്. മുൻപ് പറഞ്ഞ രോഗങ്ങളും പ്രശ്നങ്ങളും ഇതിനെല്ലാം ബാധകമാണ്.